ശാന്തി 27/8/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ സദോ പ്രധാന ഭാഗ്യം ഉണ്ടാക്കുന്നതിനായി ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം നല്ലവണ്ണം ചെയ്യൂ. സദാ ഓർമ്മയുണ്ടായിരിക്കട്ടെ, ഞാൻ ആത്മാവാണ്. ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കണം. ചോദ്യം: കുട്ടികൾക്ക് ഓർമ്മയുടെ ചാർട്ട് വയ്ക്കുന്നത് പ്രയാസം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: കാരണം പല കുട്ടികളും ഓർമ്മയെ യഥാർത്ഥമായി മനസ്സിലാക്കുന്നതേയില്ല. ഓർമ്മിക്കുവാനായി ഇരിക്കുന്നു, ബുദ്ധി പുറത്ത് അലയുകയും ചെയ്യുന്നു, ശാന്തമാകുന്നില്ല. അവർ പിന്നെ വായുമണ്ഡലത്തെ മോശമാക്കുന്നു. ഓർമ്മിക്കുന്നതേ ഇല്ലെങ്കിൽ ചാർട്ട് എങ്ങനെ എഴുതും? അഥവാ ആരെങ്കിലും അസത്യം എഴുതുന്നുവെങ്കിൽ വളരെയധികം ശിക്ഷയുണ്ടാകുന്നു. സത്യമായ ബാബയോട് സത്യം പറയേണ്ടി വരും. ഗീതം. ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് വീണ്ടും ആത്മീയ പിതാവ് ഓരോ ദിവസവും മനസ്സിലാക്കിക്കുന്നു. എത്ര സാധിക്കുമോ ദേഹി അഭിമാനിയാകൂ. സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കൂ. ബാബയെ ഓർമ്മിക്കൂ. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ആ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ ഭാഗ്യം ഉണ്ടാക്കുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ബാബയെ ഓർമ്മിക്കേണ്ടി വരും. പവിത്രവും സദോ പ്രധാനവുമാകാതെ സദോ പ്രധാന ഭാഗ്യം ഉണ്ടാക്കുക സാധ്യമല്ല. ഇത് നല്ല രീതിയിൽ ഓർമ്മിക്കൂ. മുഖ്യ കാര്യം തന്നെ ഒന്നാണ്. ഇത് തൻ്റെ അടുക്കൽ എഴുതി വയ്ക്കൂ. കൈകളിൽ പേര് എഴുതാറുണ്ടല്ലോ, നിങ്ങളും എഴുതൂ. ഞാൻ ആത്മാവാണ്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ഞാൻ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം മായ മറവിയുണ്ടാക്കുന്നു. അതിനാൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും ഓർമ്മയുണ്ടായിരിക്കും. മനുഷ്യർ ഓം എന്നതിൻ്റെയോ കൃഷ്ണൻ്റെയോ മറ്റോ ചിത്രവും വയ്ക്കുന്നു ഓർമ്മിക്കുന്നതിനായി. ഇതാണെങ്കിൽ പുതിയതിലും പുതിയ ഓർമ്മയാണ്. ഇത് കേവലം പരിധിയില്ലാത്ത ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇത് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ സൗഭാഗ്യശാലി എന്നല്ല, പദമം ഭാഗ്യശാലിയാകുന്നു. ബാബയെ അറിയാത്തത് കാരണം, ഓർമ്മിക്കാത്തത് കാരണം ദരിദ്രമായി പോയി. ഒരേ ഒരു ബാബ തന്നെയാണ് സദാകാലത്തേക്ക് ജീവിതത്തെ സുഖമുള്ളതാക്കി മാറ്റുവാൻ വന്നിരിക്കുന്നത്. ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ തീർത്തും അറിയുന്നില്ല. വിദേശത്തുള്ളവരും സർവവ്യാപി എന്ന് പറയുവാൻ പഠിച്ചത് ഭാരതവാസികളിൽ നിന്നാണ്. ഭാരതം വീണപ്പോൾ എല്ലാം വീണു. ഭാരതം തന്നെയാണ് റെസ്പോൺസിബിൾ, സ്വയം തന്നെ വീഴ്ത്തുന്നതിനും സർവരെയും വീഴ്ത്തുന്നതിനും. ബാബ പറയുന്നു, ഞാനും ഇവിടെ വന്ന് ഭാരതത്തെ സ്വർഗമാകുന്ന സത്യഖണ്ഡമാക്കി മാറ്റുന്നു. ഇങ്ങനെ സ്വർഗമാക്കി മാറ്റുന്ന ആ ഒന്നിന് എത്ര ഗ്ലാനിയാണ് ചെയ്തത്? മറന്നുപോയിരിക്കുന്നു. അതിനാൽ എഴുതിയിട്ടുണ്ട് യഥാ യഥാഹി എന്ന്. ഇതിൻ്റെ അർത്ഥം ബാബ തന്നെയാണ് വന്ന് മനസ്സിലാക്കിക്കുന്നത്. ബലിഹാരി, അതായത് മഹത്വം ഒരു ബാബയുടേതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ തീർച്ചയായും വരുന്നു. ശിവജയന്തി ആഘോഷിക്കുന്നുണ്ട്, എന്നാൽ ശിവജയന്തിക്ക് ഒട്ടും വില കൽപ്പിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, തീർച്ചയായും ഇവിടെ ഉണ്ടായിരിക്കുകയും പിന്നീട് പോവുകയും ചെയ്തതാണ്. ആ ഒന്നിൻ്റെ ജയന്തി ആഘോഷിക്കുന്നു. സത്യയോഗി ആദി സനാതന ദേവീ ദേവതാ ധർമ്മം ആ ഒന്ന് തന്നെയാണ് സ്ഥാപിക്കുന്നത്. മറ്റെല്ലാവരും അറിയുന്നുണ്ട്, നമ്മുടെ ധർമ്മം ഇന്ന സമയത്താണ് സ്ഥാപിച്ചത്. അവർക്ക് മുമ്പേ തന്നെ ഉള്ളതാണ് ദേവീ ദേവതാ ധർമ്മം. അവരെ തീർത്തും അറിയുന്നതേയില്ല ഈ ധർമ്മം എവിടെ അപ്രത്യക്ഷമായി എന്ന്. ഇപ്പോൾ ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ബാബ തന്നെയാണ് ഏറ്റവും ഉയർന്നത്. മറ്റാർക്കും തന്നെ മഹിമയില്ല. ധർമ്മസ്ഥാപകരുടെ മഹിമ എന്തായിരിക്കും?
ബാബ തന്നെയാണ് പാവന ലോകം സ്ഥാപിക്കുന്നതും പതീത ലോകത്തിൻ്റെ വിനാശം ചെയ്യിക്കുന്നതും നിങ്ങൾക്ക് മായയുടെ മേൽ ജയം നേടിത്തരുന്നതും. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. രാവണന്റെ രാജ്യം മുഴുവൻ പരിധിയില്ലാത്ത ലോകത്തിലുമുണ്ട്. പരിധിയുള്ള ലങ്കയുടെയും മറ്റും കാര്യമില്ല. ഈ തോൽവിയുടെയും ജയത്തിൻ്റെയും കഥയും മുഴുവൻ ഭാരതത്തിൻ്റേത് തന്നെയാണ്. ബാക്കിയുള്ളത് ബൈ പ്ലോട്ട്സ് ആണ്. ഭാരതത്തിൽ തന്നെയാണ് ഡബിൾ കിരീടധാരിയും സിംഗിൾ കിരീടധാരിയുമായ രാജാക്കന്മാർ ഉണ്ടാകുന്നത്. ഏതെല്ലാം വലിയ വലിയ ചക്രവർത്തിമാർ ജീവിച്ചു പോയോ ആർക്കും പ്രകാശത്തിൻ്റെ കിരീടം ഉണ്ടായിരിക്കുന്നില്ല, ദേവതമാർക്കല്ലാതെ. എന്നിരുന്നാലും ദേവതമാരാണെങ്കിൽ സ്വർഗത്തിൻ്റെ അധികാരികൾ ആയിരുന്നുവല്ലോ. ഇപ്പോൾ ശിവബാബയെ പറയുന്നത് തന്നെ പരംപിത പതീത പാവനൻ എന്നാണ്. ഈ ഒന്നിന് ലൈറ്റ് എവിടെ നൽകും? ലൈറ്റ് നൽകുന്നത് ലൈറ്റ് ഇല്ലാത്തവരും പതിതരും ഉണ്ടായിരിക്കുമ്പോഴാണ്. ആ ഒന്ന് ഒരിക്കലും ലൈറ്റ് അല്ലാത്തതായിരിക്കുന്നില്ല. ബിന്ദുവിന് എങ്ങനെ ലൈറ്റ് നൽകുവാൻ സാധിക്കും? സാധിക്കില്ല. ദിനംപ്രതിദിനം നിങ്ങൾക്ക് വളരെ ഗുഹ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അത് എത്ര സാധിക്കുമോ ബുദ്ധിയിൽ ഇരുത്തണം. മുഖ്യമായത് തന്നെ ഓർമ്മയുടെ യാത്രയാണ്. ഇതിൽ മായയുടെ വിഘ്നങ്ങൾ വളരെയധികം ഉണ്ടാകുന്നു. ചിലർ ഓർമ്മയുടെ ചാർട്ടിൽ 50-60% എന്നും എഴുതുന്നു. പക്ഷേ ഓർമ്മയുടെ യാത്ര എന്ന് എന്തിനെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഈ കാര്യത്തെ ഓർമ്മ എന്ന് പറയുമോ? വളരെ പ്രയാസമാണ്. നിങ്ങൾ ഇവിടെ 10-15 മിനിറ്റ് ഇരിക്കുന്നു. അതിലും പരിശോധിക്കൂ, ഓർമ്മയിൽ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടോ? വളരെ പേരുണ്ട് ഓർമ്മയിൽ ഇരിക്കുവാൻ സാധിക്കുന്നില്ല. പിന്നെ അവർ വായുമണ്ഡലത്തെ കേടാക്കുന്നു. വളരെ പേരുണ്ട് അവർ ഓർമ്മയിൽ ഇരിക്കാത്തത് കാരണം വിഘ്നമിടുന്നു. മുഴുവൻ ദിവസവും ബുദ്ധി പുറത്ത് അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശാന്തി ഉണ്ടാകില്ല. അതിനാൽ ഓർമ്മയുടെ ചാർട്ടും വയ്ക്കുന്നില്ല. അസത്യം എഴുതുന്നതിലൂടെ കൂടുതൽ ശിക്ഷയുണ്ടാകുന്നു. വളരെയധികം കുട്ടികൾ തെറ്റ് ചെയ്യുന്നു, ഒളിപ്പിക്കുന്നു, സത്യം പറയുന്നില്ല. ബാബ എന്ന് പറയുകയും സത്യം പറയാതിരിക്കുകയും ആണെങ്കിൽ എത്ര ദോഷമുണ്ടാകുന്നു! എത്ര തന്നെ വലിയ മോശമായ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നാൽ പോലും സത്യം പറയുന്നതിൽ ലജ്ജ വരും. പലപ്പോഴും എല്ലാം അസത്യമായിരിക്കും പറയുന്നത്. മായ അസത്യം, ദേഹം അസത്യം എന്നാണല്ലോ. പൂർണ്ണമായും ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നു. സത്യം കേൾപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്, കൂടുതൽ പഠിക്കും. ഇവിടെ സത്യം പറയേണ്ടതുണ്ട്. ജ്ഞാനത്തോടൊപ്പം ഓർമ്മയുടെ യാത്രയും ആവശ്യമാണ്. കാരണം ഓർമ്മയുടെ യാത്രയിലൂടെയാണ് തൻ്റെയും വിശ്വത്തിൻ്റെയും മംഗളം ഉണ്ടാകേണ്ടത്. ജ്ഞാനം മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വളരെ സഹജമാണ്. ഓർമ്മയിലാണ് പ്രയത്നമുള്ളത്. ബാക്കി ബീജത്തിൽ നിന്നും വൃക്ഷം ഇങ്ങനെ വരും, അത് എല്ലാവർക്കും അറിയാമായിരിക്കും. ബുദ്ധിയിൽ 84 ചക്രമുണ്ട്. ബീജത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും നോളജ് ഉണ്ടായിരിക്കുമല്ലോ. ബാബയാണെങ്കിൽ സത്യമാണ്, ചൈതന്യമാണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്നിൽ മനസ്സിലാക്കിച്ചു തരുന്നതിന് വേണ്ടി നോളജ് ഉണ്ട്. ഇത് തികച്ചും അൺകോമണായ കാര്യമാണ്. ഇത് മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷമാണ്. ഇതും ആരും അറിയുന്നില്ല. എല്ലാവരും നീതി നീതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഡ്യൂറേഷൻ തന്നെ അറിയുന്നില്ല, പിന്നെ എന്തറിയുവാനാണ്? നിങ്ങളിലും വളരെ കുറച്ചു പേരാണ് നല്ല രീതിയിൽ അറിയുന്നത്. അതിനാൽ സെമിനാറും വിളിക്കുന്നു, തൻ്റെതായ അഭിപ്രായം കൊടുക്കുന്നതിന് വേണ്ടി. അഭിപ്രായം ആർക്കും കൊടുക്കുവാൻ സാധിക്കും. ആരുടെ പേരുണ്ടോ അവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്നില്ല. നമ്മുടെ പേരില്ലല്ലോ, നമ്മൾ എങ്ങനെ കൊടുക്കും? ഇങ്ങനെ പാടില്ല. ആർക്കും സേവനാർത്ഥം എന്ത് അഭിപ്രായം ഉണ്ടായാലും അഡ്വൈസ് ഉണ്ടായാലും
എഴുതാൻ സാധിക്കും. ബാബ പറയുന്നു, ഏത് അഭിപ്രായം വന്നാലും എഴുതണം. ബാബ ഈ യുക്തിയിലൂടെ സേവനം വളരെയധികം വർദ്ധിക്കുക സാധ്യമാണ്. ഏത് അഭിപ്രായവും നൽകാം. ഏതെല്ലാം പ്രകാരത്തിലുള്ള അഭിപ്രായങ്ങളാണ് കൊടുത്തത് എന്ന് നോക്കും. ബാബയാണെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഏത് യുക്തിയിലൂടെ നമ്മൾ ഭാരതത്തിൻ്റെ മംഗളം ചെയ്യട്ടെ, സർവർക്കും സന്ദേശം നൽകട്ടെ, പരസ്പരമുള്ള വിചാരങ്ങൾ കണ്ടെത്തൂ, എഴുതി അയക്കൂ. മായ എല്ലാവരെയും ഉറക്കിയിരിക്കുകയാണ്. ബാബ വരുന്നത് തന്നെ മൃത്യു മുന്നിലുണ്ടായിരിക്കുമ്പോഴാണ്. ഇപ്പോൾ ബാബ പറയുന്നു, സർവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും തീർച്ചയായും മരിക്കേണ്ടതുണ്ട്. തയ്യാറെടുപ്പ് ചെയ്താലും ചെയ്തില്ലെങ്കിലും പുതിയ ലോകം തീർച്ചയായും സ്ഥാപനമാകേണ്ടതുണ്ട്. ആരാണോ നല്ല നല്ല കുട്ടികൾ, അവർ തൻ്റെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കുചേലൻ്റെയും ഉദാഹരണം പാടപ്പെട്ടിട്ടുണ്ട്. ഒരു പിടി അരി കൊണ്ടുവന്നു. ബാബ നമുക്കും കൊട്ടാരം കിട്ടേണ്ടതാണ്. അവരുടെ അടുക്കൽ ഉള്ളത് തന്നെ ഒരു പിടി അരിയാണ്. അപ്പോൾ എന്തു ചെയ്യും? ബാബ മമ്മയുടെ ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പിടി അരി പോലും കൊണ്ടുവന്നില്ല. എന്നിട്ടും എത്ര ഉയർന്ന പദവി നേടി. ഇതിൽ ധനത്തിൻ്റെ കാര്യമില്ല. ഓർമ്മയിലിരിക്കണം, തനിക്ക് സമാനമാക്കണം. ബാബയുടേതിന് ഫീസോ മറ്റോ ഇല്ല. നമ്മുടെ അടുക്കൽ ധനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് യജ്ഞത്തിൽ സ്വാഹ ചെയ്തുകൂടാ? വിനാശം സംഭവിക്കുക തന്നെ വേണം. എല്ലാം വ്യർത്ഥമായി പോകും. അതിനേക്കാൾ ഒരല്പം സഫലമാകട്ടെ. ഓരോ മനുഷ്യനും എന്തെങ്കിലുമൊക്കെ ദാന പുണ്യവും മറ്റും തീർച്ചയായും ചെയ്യുന്നു. അതാണെങ്കിൽ പാപ ആത്മാക്കൾക്ക് കൊടുക്കുന്ന ദാനപുണ്യമാണ്. എങ്കിലും അതിന് അല്പകാലത്തേക്കുള്ള ഫലം ലഭിക്കുന്നു. ആരെങ്കിലും യൂണിവേഴ്സിറ്റിയോ കോളേജോ മറ്റോ നിർമ്മിക്കുന്നു എന്നിരിക്കട്ടെ. ധനം കൂടുതലുണ്ടെങ്കിൽ ധർമ്മശാലയും മറ്റും ഉണ്ടാക്കുന്നു എന്നിരിക്കട്ടെ. എങ്കിൽ അവർക്ക് നല്ല കെട്ടിടവും മറ്റും ലഭിക്കും. പക്ഷേ എന്നിരുന്നാലും രോഗവും മറ്റും ഉണ്ടാകുമല്ലോ. ആരെങ്കിലും ഹോസ്പിറ്റലോ മറ്റോ നിർമ്മിച്ചു എന്നിരിക്കട്ടെ. എങ്കിൽ നല്ല ആരോഗ്യമുണ്ടായിരിക്കും. പക്ഷേ അതിലൂടെ എല്ലാ കാമനകളും സിദ്ധമാകുന്നില്ല. ഇവിടെയാണെങ്കിൽ പരിധിയില്ലാത്ത ബാബയിലൂടെ നിങ്ങളുടെ സർവ കാമനകളും പൂർത്തിയാകുന്നു. നിങ്ങൾ പാവനമാകുന്നു. അപ്പോൾ എല്ലാ ധനവും വിശ്വത്തെ പാവനമാക്കുന്നതിൽ വിനിയോഗിക്കുന്നത് നല്ലതല്ലേ? മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. അതും പകുതി കൽപ്പത്തേക്ക് വേണ്ടി. എല്ലാവരും പറയുന്നു, നമുക്ക് ശാന്തി എങ്ങനെ ലഭിക്കും? അതാകട്ടെ ശാന്തിധാമത്തിലാണ് ലഭിക്കുന്നത്. സത്യയുഗത്തിൽ ഒരു ധർമ്മം ആയത് കാരണം അവിടെ അശാന്തി ഉണ്ടായിരിക്കുന്നില്ല. അശാന്തി ഉണ്ടായിരിക്കുന്നത് രാവണ രാജ്യത്തിലാണ്. പാടുന്നുമുണ്ടല്ലോ, രാമരാജ രാം പ്രജ. അത് അമരലോകമാണ്. അവിടെ അമരലോകത്തിൽ മരിക്കുക എന്ന വാക്കില്ല. ഇവിടെയാണെങ്കിൽ ഇരിക്കവേ തന്നെ പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഇതിനെ മൃത്യുലോകമെന്നും അതിനെ അമരലോകമെന്നും പറയുന്നു. അവിടെ മരിക്കുക എന്നത് ഉണ്ടാകുന്നില്ല. പഴയ ഒരു ശരീരം ഉപേക്ഷിച്ച് പിന്നെ ബാലകനായി മാറുന്നു. രോഗം ഉണ്ടാകുന്നില്ല. എത്ര നേട്ടമുണ്ടാകുന്നു! ശ്രീയുടെ മതത്തിലൂടെ നിങ്ങൾ എവർ ഹെൽത്തി ആകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മീയ സെന്റേഴ്സ് എത്ര തുറക്കേണ്ടതാണ്! കുറച്ചുപേരാണ് വരുന്നതെങ്കിൽ പോലും അത് നിസ്സാരമാണോ? ഈ സമയം ഒരു മനുഷ്യനും ഡ്രാമയുടെ ഡ്യൂറേഷൻ അറിയുന്നില്ല. നിങ്ങളെ ഇതാരാണ് പഠിപ്പിച്ചത് എന്ന് ചോദിക്കും. നമുക്ക് പറഞ്ഞു തരുന്നയാൾ ബാബയാണ്. എത്ര അനേകം BKs ഉണ്ട്. നിങ്ങളും BK ആണ്. ശിവ് ബാബയുടെ കുട്ടികളാണ്. പ്രജാപിത ബ്രഹ്മാവിൻ്റെയും കുട്ടികളാണ്. ഇതാണ് ഹ്യൂമാനിറ്റിയുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഇതിലൂടെ നമ്മൾ BKs വരുന്നു. വംശാവലികൾ ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ ദേവീ ദേവതകളുടെ കുലം വളരെ സുഖം നൽകുന്നതാണ്. ഇവിടെ നിങ്ങൾ ഉത്തമമാകുന്നു.
പിന്നെ അവിടെ രാജ്യം ഭരിക്കുന്നു. ഇത് ആരുടെയും ബുദ്ധിയിലിരിക്കുക സാധ്യമല്ല. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ദേവതമാരുടെ പാദം ഈ തമോപ്രധാനമായ ലോകത്തിൽ പതിയുകയില്ല. ജഡചിത്രങ്ങളുടെ നിഴൽ പതിഞ്ഞേക്കാം, ചൈതന്യത്തിൻ്റെത് പതിയുക സാധ്യമല്ല. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ഒന്നാമതായി ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. ഒരു വികർമ്മവും ചെയ്യാതിരിക്കൂ. സേവനത്തിൻ്റെ യുക്തികൾ കണ്ടെത്തൂ. കുട്ടികൾ പറയുന്നു, ബാബ, നമ്മൾ ലക്ഷ്മി നാരായണനെ പോലെ ആകും. ബാബ പറയുന്നു, നിങ്ങളുടെ വായി മധുരിതമാക്കുന്നു. എന്നാൽ ഇതിനുവേണ്ടി പ്രയത്നിക്കുകയും വേണം. ഉയർന്ന പദവി നേടണമെങ്കിൽ തനിക്ക് സമാനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യൂ. നിങ്ങൾ ഒരു ദിവസം കാണും, ഓരോരോ വഴികാട്ടിയും തന്നോടൊപ്പം 100ഉം 200ഉം യാത്രികരെ കൊണ്ടുവരും. മുന്നോട്ട് പോകവേ കണ്ടുകൊണ്ടിരിക്കും. മുൻകൂട്ടി എന്തെങ്കിലും പറയുക സാധ്യമല്ല. എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമോ അത് കണ്ടുകൊണ്ടിരിക്കും. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. നിങ്ങളുടേത് ഭാവിയോടൊപ്പമുള്ള ഏറ്റവും മുഖ്യമായ പാർട്ടാണ്. നിങ്ങൾ പഴയ ലോകത്തെ പുതിയതാക്കുന്നു. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇപ്പോൾ നിങ്ങൾ സുഖധാമത്തിൻ്റെ അധികാരിയാകുന്നു. അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടാകില്ല. ബാബ ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവൻ തന്നെയാണ്. വന്ന് ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്നു. ഭാരതവാസികൾ പിന്നെ മനസ്സിലാക്കുന്നു, ഇത്രയും ധനമുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, വൈദ്യുതിയുണ്ട്, ഇത് തന്നെയാണ് സ്വർഗം എന്ന്. ഇതെല്ലാം മായയുടെ പുറമോടിയാണ്. സുഖത്തിന് വേണ്ടിയുള്ള വളരെയധികം സാധനങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. പിന്നെ പെട്ടെന്ന് മൃത്യു ഉണ്ടാകുന്നു. അവിടെ മരിക്കുന്നതിൻ്റെ ഭയമില്ല. ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോകുന്നു. പിന്നെ എത്ര ദുഃഖിക്കുന്നു. പിന്നെ സമാധിയിൽ പോയി കണ്ണീരൊഴുക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ ആചാര രീതികളാണ്. അനേകം മതങ്ങളുണ്ട്. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. അവിടെ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ എത്ര സുഖത്തിലേക്കാണ് പോകുന്നത്? അതിനുവേണ്ടി എത്ര പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. ഓരോ ചുവടിലും മതം എടുക്കേണ്ടതാണ്. ഗുരുവിൻ്റെയോ പതിയുടെയോ അഭിപ്രായം എടുക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ മതമനുസരിച്ച് നടക്കേണ്ടി വരുന്നു. ആസുരീയ മതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ആസുരീയതയുടെ നേർക്ക് തന്നെ തള്ളും. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈശ്വരീയ മതമാണ്. ഉയർന്നതിലും ഉയർന്നതാണ്. അതിനാൽ പാടപ്പെട്ടിട്ടുമുണ്ട്, ശ്രീമദ് ഭഗവാൻ വാച. കുട്ടികളായ നിങ്ങൾ ശ്രീമത്തിലൂടെ മുഴുവൻ വിശ്വത്തെയും ഹെവനാക്കി മാറ്റുന്നു. നിങ്ങൾ ആ ഹെവൻ്റെ അധികാരിയായി മാറുന്നു. അതിനാൽ നിങ്ങൾക്ക് ഓരോ ചുവടിലും ശ്രീമത്ത് എടുക്കണം. പക്ഷേ ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ല എങ്കിൽ പിന്നെ മതമനുസരിച്ച് നടക്കുന്നില്ല. ബാബയും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും തൻ്റെതായ ബുദ്ധിയുണ്ടെങ്കിൽ, അഭിപ്രായമുണ്ടെങ്കിൽ ബാബയ്ക്ക് അയക്കണം. ബാബ അറിയുന്നുണ്ട് ആരെല്ലാമാണ് നിർദ്ദേശങ്ങൾ നൽകാൻ യോഗ്യരെന്ന്. പുതിയ പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ബാബയ്ക്കറിയാം ആരെല്ലാമാണ് നല്ല നല്ല കുട്ടികൾ. വ്യാപാരികളും അഭിപ്രായങ്ങൾ കണ്ടെത്തണം. ബാബയുടെ പരിചയം ലഭിക്കുവാനായി ഇങ്ങനെ യത്നിക്കട്ടെ എന്നതിനെക്കുറിച്ച്. കടയിലും എല്ലാവർക്കും ഓർമ്മ വരുത്തിക്കൊണ്ടിരിക്കണം. ഭാരതത്തിൽ എപ്പോഴാണോ സത്യയുഗമായിരുന്നത് അപ്പോൾ ഒരു ധർമ്മമായിരുന്നു. ഇതിൽ അതൃപ്തമാകുന്നതിൻ്റെ കാര്യമേ ഇല്ല. എല്ലാവരുടെയും ഒരു ബാബയാണ്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും, സ്വർഗത്തിൻ്റെ അധികാരിയായി മാറും. ശരി, മധുരമധുരമായ വളരെ കാലം വേറിട്ട ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ശ്രീമത്തനുസരിച്ച് നടന്ന്
മുഴുവൻ വിശ്വത്തെയും സ്വർഗമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. വളരെ പേരെ തനിക്ക് സമാനമാക്കണം. ആസുരീയ മതത്തിലൂടെ സ്വയം തന്നെ സംരക്ഷിക്കണം. ഓർമ്മയുടെ പ്രയത്നത്തിലൂടെ ആത്മാവിനെ സദോ പ്രധാനമാക്കി മാറ്റണം. കുചേലനെ പോലെ ഒരു പിടി അരിയായി എന്തെല്ലാമുണ്ടോ അവയെല്ലാം സഫലമാക്കി തൻ്റെ സർവകാമനകളും സിദ്ധമാക്കണം. വരദാനം: ഒരു ബാബ രണ്ടാമതാരുമില്ല. ഈ ദൃഢസങ്കല്പത്തിലൂടെ അവിനാശിയും അമരനുമായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന ദൃഢസങ്കല്പം എടുക്കുന്നത്, അവരുടെ സ്ഥിതി സ്വതവേയും സഹജമായും ഏകരസം ആകുന്നു. ഈ ദൃഢസങ്കല്പത്തിലൂടെ സർവസംബന്ധങ്ങളുടെയും അവിനാശിയായ ചരട്, അതായത് ബന്ധം യോജിക്കുന്നു. അവർക്ക് സദാ അവിനാശി ഭവ, അമർ ഭവ എന്ന വരദാനം ലഭിക്കുന്നു. ദൃഢസങ്കല്പം എടുക്കുന്നതിലൂടെ പുരുഷാർത്ഥത്തിലും വിശേഷ രൂപത്തിൽ ലിഫ്റ്റ് ലഭിക്കുന്നു. ആർക്ക് ഒരു ബാബയുമായി സർവസംബന്ധങ്ങളുമുണ്ടോ അവർക്ക് സർവപ്രാപ്തികളും സ്വതവേ ഉണ്ടാകുന്നു. സ്ലോഗൻ: ചിന്തിക്കുന്നത്, പറയുന്നത്, ചെയ്യുന്നത് മൂന്നും ഒരുപോലെയാക്കൂ. അപ്പോൾ സർവോത്തമ പുരുഷാർത്ഥി എന്ന് പറയും. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ഏത് സമയത്ത് ഏത് സംബന്ധത്തിൻ്റെ ആവശ്യകതയുണ്ടോ ആ സംബന്ധത്തിലൂടെ ഭഗവാനെ തൻ്റേതാക്കൂ. ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറയൂ. ബാബ പറയും, എൻ്റെ കുട്ടികൾ. ഈ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചു ചേരൂ. ഈ സ്നേഹം ഛത്രഛായയുടെ കാര്യം ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ മായയ്ക്ക് വരാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് സഹജയോഗി ആകുന്നതിനുള്ള ഉപാധി. ഓം ശാന്തി. ഓം ശാന്തി. ഏകാന്തമായിരുന്ന് അന്തർമുഖ അവസ്ഥയിൽ ആത്മഭാവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ദേഹമാകുന്ന രഥത്തിൽ ദേഹിയായ ഞാൻ സാരഥിയായി സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്, പവിത്രതയാണ്. ശാന്തിയുടെയും പവിത്രതയുടെയും ആത്മീയ തരംഗങ്ങൾ ആത്മസ്വരൂപത്തിൽ നിന്നും നാനാഭാഗത്തും വ്യാപിക്കുന്നു. ജ്യോതി സ്വരൂപ ആത്മാവായ ഞാൻ ബുദ്ധിബലത്താൽ ദേഹത്തിൻ്റെ ആധാരം വേർപെടുത്തി പരംധാം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഈ ജ്യോതി ദേശം എത്ര ശാന്തി നിറഞ്ഞതാണ്, എത്ര സ്വീറ്റ് സൈലൻസ് നിറഞ്ഞ. ഈ ദിവ്യലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ അനുഭവവേദ്യമാകുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ഗഹനത ഞാൻ അനുഭവിക്കുന്നു. ഈ
ജ്യോതി ദേശത്തിലെ പരമജ്യോതിയായ പരമാത്മാവിൻ്റെ ദിവ്യ സ്വരൂപത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. പരമാത്മാവിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്ത് മന്മനാഭവ മന്ത്രത്തിൻ്റെ സ്വരൂപമായി ഞാൻ മാറുന്നു. ഈ ശ്രേഷ്ഠ സംഘത്തിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ആത്മാവിൽ സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്നു. സർവ ആത്മീയ ഗുണങ്ങളുടെയും ശക്തികളുടെയും സമ്പന്നത കൈവരുന്നു. സംഗമയുഗത്തിൽ മാത്രം ലഭിക്കുന്ന ഈ പരമാത്മാ കൂടിക്കാഴ്ചയുടെ ശ്രേഷ്ഠ സൗഭാഗ്യം ഞാൻ ആസ്വദിക്കുന്നു. ഈ പരമാത്മാ സംഘത്തിലൂടെ പ്രാപ്തമായ സമ്പന്ന അവസ്ഥ നിലനിർത്തി ഞാൻ ദേഹമാകുന്ന രഥത്തിൽ സാരഥിയായി യോഗയുക്ത അവസ്ഥയിൽ അവതരിക്കുന്നു.